ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ശുശ്രൂഷകളുമായിട്ട് നടക്കുമ്പോൾ, ശുശ്രൂഷ എന്ന് പറയുന്നത് വചനപ്രഭാഷണമാണ്, രോഗശാന്തി, വിടുതൽ, വിവിധങ്ങളായ ശുശ്രൂഷ. ഈശോ കരുണയുടെ മൂർത്തിഭാവമായിട്ട് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ പലരും ഈശോയുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് യഹൂദര്, ഫരീസേര്, നിയമജ്ഞര്, സദൂക്കായർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈശോയുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈശോ താൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന, പിതാവ് അയച്ചത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഈശോ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരത് വിശ്വസിക്കുന്നില്ല. നമുക്കൊരു വചനം ശ്രമിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 29-ാം തിരുവചനം. എനിക്ക് അവിടുത്തെ അറിയാം, എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടെ നിന്നാണ് എന്നെ അയച്ചത്. ഈശോ പറയുന്ന എനിക്ക് അവിടുത്തെ അറിയാമെന്ന് പറഞ്ഞാൽ പിതാവിനെ അറിയാം, ഞാൻ പിതാവിനെ അറിയാം, ഞാൻ പിതാവിൻ്റെ പക്കൽ നിന്ന് വരുന്ന പിതാവാണ് എന്നെ അയച്ചത്. വളരെ കൃത്യമായിട്ടാണ് ഈശോ പറയുക. ഈശോ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ഈശോയെ ബന്ധിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയ സഹോദര സഹോദരി, ഒരു ചിന്ത ഈ ദിവസത്തിൽ നിന്റെ മുമ്പിലേക്ക് വെക്കട്ടെ. നോമ്പുകാലമാണല്ലോ. ഈശോയെ നീ നിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട്? നീ ബൈബിളിൽ കണ്ടെത്തിയ ക്രിസ്തുവുണ്ട്, നിൻ്റെ പഠനങ്ങളിലൂടെ കണ്ടെത്തിയ ക്രിസ്തുവുണ്ട്, നിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കണ്ടെത്തിയ ക്രിസ്തുവുണ്ട്, മറ്റുള്ളവർ നിനക്ക് പകർന്നു തന്ന ക്രിസ്തുവുണ്ട്. എന്നാലും നീ എങ്ങനെ നിൻ്റെ ക്രിസ്തുവിനെ കണ്ടിരിക്കുക, അനുഭവിച്ചിരിക്കുക? ഈ കാലഘട്ടത്തിൽ നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു കാലഘട്ടം. കാരണം ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. അത് മുഴുവൻ നിന്നോടുള്ള സ്നേഹം. അപ്പം നീ എങ്ങനെ ഈ ക്രിസ്തുവിനെ കണ്ടെത്തുക, ക്രിസ്തുവിനെ അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്നെ ശരിക്കും മനസ്സിലാക്കുവാൻ, നിന്നുള്ള സ്നേഹത്തെ വളരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ കൃപകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കും